അപ്പോൾ ഇന്ന് നമ്മൾ വെറ്റിനറി സയൻസിന്റെ റിവിഷൻ തേർഡ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ലോട്ടറിങ്ങിന്റെ പോർഷൻ പറഞ്ഞിട്ടാണ് അത്രയും പോർഷൻ കവർ ആയത് അല്ലേ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഡ്രസ്സിംഗ് പെർസെൻറ്റേജ് ഫോർ പിഗ്സ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ പിഗ്സിന്റെ ഡ്രസ്സിംഗ് പെർസെൻറ്റേജ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഇനിഷ്യൽ ടെർമിനോളജീസിൽ നമ്മൾ കർക്കസ് ഈൽഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയാവോ എത്രയാണ് ഡ്രസ്സിംഗ് പെർസെന്റേജ് ഓഫ് പിഗ്സ്? അറിയാമോ? 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 75 ആണ്. അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഡ്രസ്സിംഗ് പെർസെന്റേജ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. എന്താണ് ഡ്രസ്സിംഗ് പെർസെന്റേജ്? കർക്കസ് വെയിറ്റിനെ ലൈവ് വെയിറ്റ് ഓഫ് ദ ആനിമലുമായിട്ട് കമ്പയർ ചെയ്ത് അതിനെ നമ്മളൊരു പെർസെന്റേജ് റേഷ്യോയിൽ കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു ടേമിനെയാണ് നമ്മൾ ഡ്രസ്സിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അതായത് കർക്കസ് വെയിറ്റ് ഡിവൈഡഡ് ബൈ ലൈവ് വെയിറ്റ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് വെയിറ്റ് എടുത്തു, ഡ്രസ് ചെയ്തതിന് ശേഷം കർക്കസ് വെയിറ്റ് നോക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ പെർസെന്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ കർക്കസ് ഈൽഡും ഡ്രസ്സിംഗ് പെർസെന്റേജും സെയിം അല്ലേ? അതെ അല്ലെ, രണ്ടും സെയിം ആണ്. നമ്മൾ അവിടെയും ഇത് തന്നെയല്ലേ നോക്കുന്നത്. അപ്പൊ പെർസെന്റേജ് ആക്കിയപ്പോൾ ഡ്രസ്സിംഗ് പെർസെന്റേജും കർക്കസ് ഈൽഡും രണ്ടും സെയിം ടേംസ് ആണ് അല്ലെ. അപ്പം വേരിയസ് ലൈഫ് സ്റ്റോക്ക് സ്പീഷീസ് നോക്കുകയാണെങ്കിൽ പലതിനും പല ഡ്രസ്സിംഗ് പെർസെന്റേജ് ആണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. അപ്പം ഏകദേശം പിക്സിന്റെ കേസിൽ വരുമ്പോൾ 60 മുതൽ 80% പിക്സിന്റെ ഒരു എന്താ ഡ്രസ്സിംഗ് പെർസെന്റേജ് വരുന്നത് ഏറ്റവും ഹൈയസ്റ്റ് ആണ്. ഓക്കെ, അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഹയസ്റ്റ് പിക്സിനായതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ബ്രോയിലേഴ്സിനാണ് സെക്കൻഡ് വരുന്നത്, ഫസ്റ്റ് ഡ്രസ്സിംഗ് പെർസെന്റേജ് വരുന്നത് പിഗ്സിനാണ്. ഓക്കെ, അപ്പം ഹയസ്റ്റ് ഫീഡ് കൺവേർഷൻ എഫിഷ്യൻസി ആർക്കാണെന്ന് ചോദിച്ചാലും ഇതേ മീനിങ് തന്നെയാണ്. ഡ്രസ്സിംഗ് പെർസെന്റേജ് ഹൈ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പിഗ്സിന് ഹയസ്റ്റ് ഫീഡ് കൺവേർഷൻ എഫിഷ്യൻസി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം റേഞ്ച് വരുന്നത് 60 മുതൽ 80% അപ്പൊ 80% വരെ വരും അല്ലെ. അപ്പോ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് 53 പറഞ്ഞു, 65 പറഞ്ഞു, 75 പറഞ്ഞു, 88 പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഡൗട്ട് വരും, എന്തുകൊണ്ട് 65 പറഞ്ഞില്ല? ഏകദേശം 60 to 80% അല്ലേ. അപ്പൊ ആൻസർ എന്തുകൊണ്ട് 65 മാർക്ക് ചെയ്യുന്നില്ല എന്നൊരു ഡൗട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു റേഞ്ച് കാണുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പം ഹയസ്റ്റ് പിക്സിനാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ സ്ലോട്ടർ ചെയ്യുകയാണെങ്കിൽ 80% വരെ ഡ്രസ്സിംഗ് പെർസെന്റേജ് വരാം എന്നൊരു മീനിങ് കൂടെ ഈ ഒരു ലൈനിലില്ലേ. 60 to 80% ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് എഫിഷ്യന്റ് ആയിട്ട് സ്ലോട്ടർ ചെയ്താൽ 80% വരെ കിട്ടും. ഓക്കെ, അപ്പൊ ക്ലോസസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ റേഞ്ചിന് ഔട്ടും പോകുന്നില്ല, എന്നാൽ അത്യാവശ്യം ഹയസ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻ 75 തന്നെയാണ് അല്ലെ. ഓക്കെ, 65 പോയാൽ അതൊരു കുറച്ച് ലോ ആയി പോയി അല്ലെ. അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ 75 ആയിട്ട് വന്നത്. റേഞ്ച് ഓഫ് ഡ്രസ്സിംഗ് പെർസെന്റേജ് ചോദിക്കുകയാണെങ്കിൽ 60 to 80% ആണ്. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 70 to 80% തന്നെയാണ്. ഹയസ്റ്റ് ഫോർ പിഗ്സ് ആണ്, സെക്കൻഡ് വരുന്നത് ബ്രോയിലേഴ്സിനാണ്. ഓക്കെ, അത്രയും പോയിന്റ് നിങ്ങൾ അവിടെ ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ബ്ലീഡിംഗ് ഓഫ് കർക്കസ്. അതായത് കർക്കസ് അല്ലെ, നമ്മൾ ഡ്രസ്ഡ് ബോഡി ഓഫ് ആനിമൽ ബ്ലീഡ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ ബ്ലീഡിങ് എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേര് എന്താണ്, അല്ലെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ അറിയാമോ? ഓക്കെ, ഇപ്പം ഓപ്ഷൻസ് നോക്കാം. സോഡിയം നൈട്രേറ്റ്, മാലാക്കേറ്റ് ഗ്രീൻ, സോഡിയം അസ്കോർബേറ്റ് ആൻഡ് ഓൾ ഓഫ് ദി അബോവ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സോഡിയം നൈട്രേറ്റും ഇതെല്ലാം നമുക്ക് കേട്ട് പരിചയമുള്ളതാണ് അല്ലെ. മാലാക്കേറ്റ് ഗ്രീൻ ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവില്ല. സോഡിയം നൈട്രേറ്റും സോഡിയം അസ്കോർബേറ്റും നമുക്ക് നല്ല പരിചയമുള്ളതാണ്. സോഡിയം അസ്കോർബേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വൈറ്റമിൻ സി ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെ സോഡിയം അസ്കോർബേറ്റ് എന്ന് പറയുന്നത്. സോഡിയം നൈട്രേറ്റ് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഓക്കെ, ഫുഡ് പ്രിസർവേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, അവിടെയൊക്കെ ഏറ്റവും നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു പേരാണ് സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും നമുക്ക് പരമാവധി എന്താ
അറിയാവുന്ന ഒരു ഇതാണ് കെമിക്കൽസ് ആണ് അല്ലെ. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് മാലാക്കേറ്റ് ഗ്രീൻ ആണ്. ഓക്കെ, അതായത് ബ്ലീഡിങ് ഓഫ് കർക്കസ് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ടോ, നമ്മൾ ഉപയോഗിച്ച മെത്തേഡിൽ ക്ലിയർ ആയിട്ട് ബ്ലീഡിങ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാലാക്കേറ്റ് ഗ്രീൻ ടെസ്റ്റ് ഫോർ ബ്ലീഡിങ് ഓഫ് കർക്കസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി രണ്ട് ഓപ്ഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നമ്മൾ സോഡിയം അസ്കോർബേറ്റ് പറഞ്ഞല്ലേ, അതൊരു വൈറ്റമിൻ സിയുടെ ഒരു ഫോം ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിന്റെ അല്ലെ സോഡിയം കമ്പോണൻസിന്റെ അസിഡിറ്റി ലെവൽസ് ലോവർ ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് ആണ് ഇതിന് കിട്ടുന്നത്. അപ്പം നമ്മുടെ വൈറ്റമിൻ സിനെ പെട്ടെന്ന് ബോഡിയിലേക്ക് അബ്സോർബ് ആകാനും ഒരു ലോങ്ങർ സ്റ്റേ ബോഡിയിൽ കൊടുക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ഒരു സോഡിയം അസ്കോർബേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, നമ്മുടെ സെൽസിനെ ഒക്കെ ഡാമേജിൽ നിന്നും റിക്കവർ ചെയ്യാനും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നമ്മുടെ സെൽസിനെ വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പോണന്റ് ആണ് സോഡിയം അസ്കോർബേറ്റ്. ഓക്കെ, സോഡിയം നൈട്രേറ്റും നൈട്രൈറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പ്രോസസ്ഡ് അല്ലെങ്കിൽ ക്യൂർഡ് മീറ്റില് ഇതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്ലേവറും ഒരു സ്ലൈറ്റ് ഒരു പിങ്ക് കളറൊക്കെ നമ്മുടെ ഫുഡിന് അല്ലെങ്കിൽ മീറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് സോഡിയം നൈട്രേറ്റ് ആൻഡ് സോഡിയം നൈട്രേറ്റ്. അപ്പോ സോഡിയം അസ്കോർബേറ്റ് നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഈ ചോദിച്ച 4 ഓപ്ഷൻ അല്ലെ 3 ഓപ്ഷൻസിലും അതിൽ ഓരോ ഓപ്ഷൻസ് നമ്മൾ എടുത്തെടുത്ത് പോവാണ്. സോഡിയം അസ്കോർബേറ്റ് ഏത് കളറാണ്, ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലെ. സോഡിയം അസ്കോർബേറ്റ് ഈസ് എ വൈറ്റ് ഓർഡർലെസ് പൗഡർ ആണ്. അതൊന്നും ഓർക്കുക, ഇതിന്റെ ഒരു കെമിക്കലി ഇത് എങ്ങനെയാണ് ഇരിക്കുക, സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ പൗഡർ ആണോ ഗ്രാന്യൂൾസ് ആണോ, ഇതിന്റെ കളർ എന്താണ് ഒന്ന് നോക്കി പോവുക. അപ്പം വൈറ്റ് ഓർഡർലെസ് ആയിട്ടുള്ള ഒരു പൗഡർ ആണ് ഇത്. മിനറൽ സാൾട്ടോ അല്ലെങ്കിൽ സോഡിയം സോൾട്ട് ഓഫ് അസ്കോർബിക് ആസിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ് പറയുകയാണെങ്കിൽ ഇതിനൊരു വിളിപ്പേരുണ്ട്, ഇതിനെ ചൈൽഡ് സോൾട്ട് പീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹിസ്റ്റോറിക്കലി ചൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ്സ് ഇതിന്റെ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഡിയം നൈട്രേറ്റും നൈട്രേറ്റും കൂടെ മാറിപ്പോകരുത്. സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് NaNO3 ആണ്, സോഡിയം നൈട്രൈറ്റ് NaNO2 ആണ്. ഓക്കെ, അപ്പോ NaNO3 അതിനെയാണ് നമ്മൾ ചൈൽഡ് സോൾട്ട് പീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്, ബിക്കോസ് നമ്മൾ ഫുഡിൽ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പൊ ചിലപ്പോ പ്രിസർവേറ്റീവ് ആണെന്നായിരിക്കത്തില്ല, അതിന്റെ ചിലപ്പോൾ എന്തെങ്കിലും കെമിക്കലി ചോദിച്ചാലും നമുക്ക് അറിയണം ഇത് എഴുതാനായിട്ട്. അപ്പോൾ ചൈൽഡ് സോൾട്ട് ബീറ്റർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടന്റ് ഫുഡിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണ്? സോഡിയം നൈട്രേറ്റ് ആണ്. അതേസമയം സിംപ്ലി സോൾട്ട് ബീറ്റർ എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടുകൂടെ മാറിപ്പോകരുത്. ചൈൽഡ് സോൾട്ട് ബീറ്റർ ഈ സോഡിയം നൈട്രേറ്റ്. അതൊരു വൈറ്റ് കളർ ഇങ്ങനെ പിക്ചറിൽ കാണുന്നുണ്ടോ? ഓക്കെ, ഒരു വൈറ്റ് വാട്ടറിൽ സോലിബിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഡെലിക്വിസന്റ് ആയിട്ടുള്ള ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ് സോഡിയം നൈട്രേറ്റ്. ഇതിന്റെ മിനറൽ ഫോമിനെ നമ്മൾ നൈട്രാറ്റൈറ്റ് അല്ലെങ്കിൽ സോഡാ നൈട്രേറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സോഡിയം നൈട്രേറ്റ് കൂടെ ഒന്ന് നോക്കാം. അതും ഓർഡർലെസ് ആണ്, പക്ഷെ ഇതൊരു യെല്ലോയിഷ് വൈറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലിൻ ഗ്രാന്യൂൾ അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ പൗഡർ. ഓക്കെ, അപ്പൊ യെല്ലോയിഷ് വൈറ്റ് ആണ്, വൈറ്റിൽ നിന്നും കുറച്ചൊരു യെല്ലോ ഷെയ്ഡിലേക്ക് പോകുന്നുണ്ട്, ഓർഡർലെസ് ആണ്. ഓക്കെ, അപ്പം ഇതും നമ്മൾ എന്താണ് പ്രിസർവേറ്റീവ് ആയിട്ടാണ്, നമ്മുടെ പ്രിസർവേറ്റീവ് ഓഫ് മീറ്റ്സിൽ മാത്രമാണ്, മറ്റ് ഫാർമസ്യൂട്ടിക്കൽ പർപ്പസ് ഒക്കെ ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പൊ മീറ്റ്സിലും ഫിഷിലും ഒക്കെ പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രിസർവേറ്റീവ് ആണ് അല്ലെ സോഡിയം നൈട്രേറ്റ്. ഓക്കെ, NaNO2. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടുള്ള കെമിക്കൽ മാലാക്കേറ്റ് ഗ്രീൻ ആണ്. അത് ഏതാണ്? ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ആണ് മാലാക്കേറ്റ് ഗ്രീൻ ഉള്ളത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ എഫക്റ്റീവ്നെസ് ഓഫ് ബ്ലീഡിങ് ഇൻ കർക്കസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഈ ബ്ലീഡിങ് ഓഫ് കർക്കസ് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഈ ഒരു ബ്ലീഡിങ് ഡിഗ്രി ഡിറ്റർമിൻ ചെയ്യാം എന്നൊരു പോർഷൻ നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് ബ്ലീഡിങ് എന്നുള്ള കാര്യം ഒന്ന് നോക്കിയിട്ട് പോവാം. എക്സാങ്കുനേഷൻ എന്നാണ് ബ്ലീഡിങ് ഓഫ് കർക്കസിന്റെ സയന്റിഫിക് നെയിം. ഓക്കെ, എക്സാങ്കുനേഷൻ. ഓക്കെ, അപ്പം ബ്ലീഡിങ് ഓഫ് കർക്കസ് അല്ലെങ്കിൽ ഡിനോട്ടഡ് ബൈ അല്ലെങ്കിൽ അതിന്റെ ടേം എന്താണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? എക്സാങ്കുനേഷൻ ആണ്. അപ്പം ഇതെന്താണ്?
നമ്മളൊരു ഇൻസിഷൻ കൊടുക്കും മേജർ ആർട്ടറീസിലും നമ്മൾ ഒരു ഇൻസിഷൻ കൊടുക്കുന്ന സമയത്ത് റാപ്പിഡ് ബ്ലഡ് ലോസ് സംഭവിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇതെന്താണ് റിസൾട്ട് ചെയ്യുന്നത്, ബ്രെയിനിലേക്കുള്ള ഓക്സിജനെ കുറയ്ക്കുകയാണ് അല്ലെ. ഓക്സിജൻ സപ്ലൈ ബ്രെയിനിലേക്ക് കുറയുമ്പോഴാണ് ബ്ലഡ് ലോസ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് ഓഫ് കർക്കസ് അല്ലെങ്കിൽ എക്സാങ്കുനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കുന്നത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സെല്ലുലാർ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. അതിന് പുറമെ എന്താണ്, ആനിമൽ ഡൈ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബ്ലീഡിങ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ആനിമൽസിനെ ഒന്നുകിൽ വെർട്ടിക്കൽ പൊസിഷനിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബീഫൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കർക്കസ് ചെയ്തേക്കുന്നത്, വെർട്ടിക്കൽ ആയിരിക്കും മിക്കവാറും ചെയ്ത് നമ്മൾ കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് പൊസിഷൻ, അത് നമ്മൾ നമ്മുടെ ആ ഒരു ഹോക്ക് ഏത് പോർഷൻ ആണെന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ബോഡി പാർട്സ് ഓഫ് ആനിമൽസ് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, ഫുഡ് പോർഷൻ ആണ് ഹോക്ക് എന്ന് പറയുന്നത്. അപ്പോ ഒരു ഹൈൻഡ് ലെഗിന്റെ ഹോക്ക് പോർഷൻ നമ്മൾ ഒരു കയറിൽ കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ടൈ ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഹെഡ് എന്താ ഡൗൺ പോർഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ഒരു കൺവീനിയന്റ് ഹൈറ്റിനനുസരിച്ചായിരിക്കും ഇങ്ങനെ വെർട്ടിക്കൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം ഹൊറിസോണ്ടൽ പൊസിഷൻ ഓഫ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് സ്ലാബ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാലറ്റ് യൂസ് ചെയ്ത് അതിന്റെ മുകളിലായിരിക്കും നമ്മൾ ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലായിരിക്കും നമ്മൾ ബ്ലീഡ് ചെയ്യാനായിട്ട് കർക്കസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതുണ്ടോ, പിക്സിന് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്യുന്ന ഒരു പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം വെർട്ടിക്കലിന്റെ പിക്ചർ ആണ് ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ജുഗുലാർ വെയിൻസ് ആൻഡ് കരോട്ടിഡ് ആർട്ടറി ആണ് മെയിൻ ആയിട്ട് കട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ആർട്ടറീസ് ആൻഡ് വെയിൻസ് തമ്മിലുള്ള ഡിഫറൻസും കൂടെ, ഈ ജുഗുലാർ വെയിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഇതെങ്ങനെ ബ്ലഡ് ലോസ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ജുഗുലാർ വെയിൻ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഫേഷ്യൽ ആയിട്ടുള്ള, ആദ്യം ആർട്ടറീസ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ആർട്ടറീസ് എന്താണ്, ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ ടിഷ്യൂസിലേക്ക് കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ ആണല്ലേ ആർട്ടറീസ് എന്ന് പറയുന്നത്. അതേസമയം വെയിൻസോ ടുവേർഡ്സ് ദ ഹേർട്ട്, മറ്റ് ടിഷ്യൂസിൽ നിന്നും ഹാർട്ടിലേക്ക് കൊടുക്കുന്നത് വെയിൻസും എവേ ഫ്രം ദ ഹേർട്ട് ആർട്ടറീസും ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ജുഗുലാർ വെയിൻ എന്ന് പറയുമ്പോൾ ഫേഷ്യൽ ടിഷ്യൂസ് അല്ലെ, ഫേഷ്യൽ ടിഷ്യൂസ് നെക്ക് പാർട്സിലെയൊക്കെ ടിഷ്യൂസിൽ നിന്നും ബ്ലഡ് ഹാർട്ടിലേക്ക് കൊടുക്കുന്ന വെയിൻ ആണ് ജുഗുലാർ വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, കരോട്ടിഡ് ആർട്ടറി ആണെങ്കിലോ ബ്ലഡ് ഹാർട്ടിൽ നിന്നും ബ്രെയിനിലേക്ക് കൊടുക്കുന്നതാണ് കരോട്ടിഡ് ആർട്ടറിയുടെ ഫംഗ്ഷൻ. അപ്പൊ ഇത് രണ്ടും, ഈ ഒരു രണ്ട് ജുഗുലാർ വെയിൻ ആൻഡ് കരോട്ടിഡ് ആർട്ടറി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ബ്ലീഡിംഗ് എൻഷുർ ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, നമ്മൾ ഇസ്ലാമിക് മെത്തേഡ് ഓഫ് സ്ലോട്ടറിംഗിൽ പറഞ്ഞു എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ സ്പൈനൽ കോഡാണ് ഇൻടാക്ട് ആയിട്ട് വെക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ബ്ലീഡിങ് നടക്കുന്നു. ഓക്കെ, സ്പൈനൽ കോഡ് മുറിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് രീതിയിലേക്ക് ആ ഒരു ബ്ലഡ് ഫ്ലോ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിക് മെത്തേഡ് അല്ലെങ്കിൽ ഹലാൽ മെത്തേഡിൽ സ്പൈനൽ കോഡ് അവിടെ ഇൻടാക്ട് ആയിട്ട് വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആ മെത്തേഡ് ഓഫ് ആനിമൽ സ്ലോട്ടറിംഗ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഹ്യൂമൻ കൺവെൻഷനൽ എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ബ്ലീഡിങ്ങിൽ വരുമ്പോൾ ഡ്യൂറേഷൻ ഓഫ് അൺകോൺഷ്യസ്നെസ് കൂടെ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു സ്ട്രക്ചർ, ആ ഒരു മെത്തേഡ് അല്ലെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ സ്റ്റണ്ണ് ചെയ്തു, അതിനുശേഷം നമ്മൾ ബ്ലീഡിങ്ങിന് വെച്ചു, നെക്സ്റ്റ് ഡെത്ത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ടൈമിലും നമ്മുടെ സയന്റിഫിക് സ്ലോട്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടൽ ടൈമിൽ അൺകോൺഷ്യസ്നെസ് ആണ് ഈ ഒരു ഡ്യൂറേഷൻ, അതായത് സ്റ്റണ്ണിങ് ടു അൺകോൺഷ്യസ് ആവുന്ന അത്രയും ടൈം ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ സ്റ്റണ്ണിങ് തൊട്ട് ബ്ലീഡിങ് നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിനെ നമ്മൾ സ്റ്റൺ ടു നെക്ക് കട്ട് അല്ലെ, നെക്ക് കട്ട് ചെയ്യുന്ന ടൈം വരെ ബ്ലീഡിങ് നടക്കുന്നില്ല. സ്റ്റണ്ണ് ചെയ്ത് കഴിഞ്ഞ് ബ്ലീഡിങ്ങിന് മുമ്പുള്ള ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്ക് കട്ട് ചെയ്യുന്നത്. ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഡെത്ത് സംഭവിക്കുന്നത് വരെ ബ്ലീഡ് ഔട്ട് ടൈം ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയഗ്രാം ഒന്ന് ശരിക്കും മനസ്സിലാക്കി പഠിക്കുക.
ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ബ്ലീഡിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ബ്ലഡ് ലോസ് കൂടി നമുക്കൊന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഡ്രസ്സിംഗ് പെർസെന്റേജ് എത്രയാണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലഡ് ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ആനിമൽസിനെ നമ്മൾ ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് നമ്മൾ വെയ് ചെയ്യും. ഓക്കെ, നമ്മൾ വെയ് ചെയ്തതിന് ശേഷം ഈ ബ്ലീഡിങ് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബ്ലഡ് കളക്ട് ചെയ്യും. ഓക്കെ, എക്സാങ്കുനേഷൻ അല്ലെ ബ്ലീഡിംഗ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യും, വെയ് ചെയ്യും. ഓക്കെ, അപ്പം ബ്ലഡ് വെയിറ്റ് ആണ് നമ്മൾ കിലോഗ്രാമിലാണ് വെയ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആനിമൽ ഡെഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമ്മളുള്ള ബ്ലഡ് വെയ് ചെയ്യുന്നു. അതിനു മുമ്പ് നമ്മൾ ഓൾറെഡി എടുത്ത ലൈവ് ബോഡി വെയിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ, ബ്ലഡ് വെയിറ്റ് ആൻഡ് ലൈവ് വെയിറ്റ് നമ്മൾ റേഷ്യോ നോക്കുന്നു, അത് പെർസെന്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു ടേമിനെയാണ് നമ്മൾ പറയുന്നത് ബ്ലഡ് ലോസ് പെർസെന്റേജ് എന്ന്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ബ്ലഡ് ലോസ് പെർസെന്റേജ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല ഇത് എന്തൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ബ്ലഡ് ലോസ് പെർസെന്റേജ് ഈസ് ബ്ലഡ് വെയിറ്റ് ഡിവൈഡഡ് ബൈ ലൈവ് വെയിറ്റ് ഇൻ കിലോഗ്രാം ഇൻറ്റു 100. അപ്പൊ ബ്ലഡ് വെയിറ്റ് ഏതാണ്, നമ്മൾ ബ്ലീഡിങ് കഴിഞ്ഞതിന് ശേഷം കളക്ട് ചെയ്ത ബ്ലഡ് ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ബ്ലീഡിങ്ങിന് ഓരോ ആനിമൽസിനും, ഇപ്പം കൗവിന് ഡിഫറെന്റ് ലൈഫ് സ്റ്റോക്ക് ആനിമൽസിന്, കൗവിന്, ഷീപ്പിന്, കാഫ്സിന്, പിഗ്സിന്. ഓക്കെ, അപ്പം ഇതിന്റെ ഒക്കെ ടൈം ഓഫ് ബ്ലീഡിങ് ആൻഡ് വോളിയം ഓഫ് ബ്ലഡ്, അല്ലെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യുന്ന ആ ഒരു വോളിയം എത്രയാണ്, ഒരു ജനറൽ റേഞ്ച് എത്രയാണെന്നൊന്ന് അറിഞ്ഞു വെക്കുക. ടൈം ഓഫ് ബ്ലീഡിങ് ഇൻ കൗ വരുന്നത് ഏകദേശം 5 മുതൽ 8 മിനിറ്റ് വരെയാണ്. ഓക്കെ, 5 മുതൽ 8 മിനിറ്റ് വരെയാണ് ടൈം ഓഫ് ബ്ലീഡിങ് ഇൻ കൗ എന്ന് പറയുന്നത്. വോളിയം ഓഫ് ബ്ലഡ് കളക്റ്റഡ് ഈസ് 8 to 12 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, ഷീപ്പിന്റെ കേസിൽ വരുമ്പോൾ ടൈം ഓഫ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഏകദേശം 3 തൊട്ട് 5 മിനിറ്റ് വരെയാണ്. ഓക്കെ, ആൻഡ് വോളിയം ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് 1.5 മുതൽ 3 ലിറ്റർ ആണ് ഷീപ്പിന്റെ കേസിൽ. കാർസിന്റെ കേസിൽ നോക്കുക, ടൈം ഓഫ് ബ്ലീഡിംഗ് ഈസ് 4 to 6 മിനിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ കൗവിനെക്കാട്ടിലും എന്താണ് ഏകദേശം പകുതി അല്ലെ, 8ന്റെ പകുതി 4, ആ ഒരു റേഞ്ച് ആണ് കാഫ്സിന് വരുന്നത്. വോളിയം വരുമ്പോൾ 3 to 5 ലിറ്റേഴ്സ് ആണ് വരുന്നത്. പിക്സിന്റെ കേസിൽ വരികയാണെങ്കിൽ ടൈം ഓഫ് ബ്ലീഡിങ് 4 മുതൽ 5 മിനിറ്റ്സ് ആണ് വരുന്നത്. വോളിയം ഓഫ് കളക്റ്റഡ് ബ്ലഡ് ഈസ് ഏകദേശം 2.5 ആണ്, കോമയായി പോയിട്ടുണ്ട്. ഓക്കെ, 2.5 to 5 ലിറ്റേഴ്സ് ആണ് പിക്സിന്റെ കേസിൽ വോളിയം ഓഫ് ബ്ലഡ് കളക്റ്റഡ്. ഓക്കെ, അപ്പം ഇതിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു റേഞ്ച് ഒന്ന് നോക്കി വെക്കാം. ഹയസ്റ്റ് ബ്ലീഡിംഗ് ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് കൗവിന് തന്നെയാണ് അല്ലെ, ബ്ലഡ് കളക്റ്റഡും ഹയസ്റ്റ് ഏതിനാണ്, കൗവിന് തന്നെയാണ് വന്നിട്ടുള്ളത്. 8 to 12 ലിറ്റേഴ്സ് വരെ പോകുന്നുണ്ട്. ഏറ്റവും ലോവസ്റ്റ് നോക്കുകയാണെങ്കിൽ ഷീപ്പിനാണ് വന്നിട്ടുള്ളത്. 3 to 5 മിനിറ്റ്സ് ആണ് ടൈം ഓഫ് ബ്ലീഡിങ്. ബ്ലഡ് കളക്റ്റഡും ഷീപ്പിന് തന്നെയാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ രീതിയിലും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ്, ഈ ഒരു ബ്ലീഡിംഗ് ടൈമിന്റെ ഫാക്ടേഴ്സ്, ഇത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ബ്ലീഡിംഗ് ടൈം, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലെ. നമ്മൾ ഏത് സ്ലോട്ടർ മെത്തേഡ് ഫോളോ ചെയ്യുന്നു എന്നതനുസരിച്ചും, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു സ്പെഷീസ്, ഇപ്പം ഡിഫറെന്റ് ബ്രീഡ്സ് ഉണ്ടല്ലേ, ഡിഫറെന്റ് ബ്രീഡ്സ്. ഇപ്പം കാറ്റിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ജേഴ്സിയുടെ പല 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 ബ്രീഡ്സ് ഉണ്ട്. ഓക്കെ, ബഫലോസിൽ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ്. അപ്പം ഓരോ സ്പീഷീസ് അനുസരിച്ച് ക്വാളിറ്റിയിൽ കട്ട് ബ്ലീഡിംഗ് ടൈമിൽ ഡിഫറൻസ് വരാം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ടേബിളിൽ നിന്നും ഉപരി ബ്രീഡ്സ് ഡിഫർ ആകുമ്പോൾ എന്താ ഡിഫറൻസ് ഇൻ ബ്ലീഡിംഗ് ടൈമും അതേപോലെ തന്നെ കളക്റ്റഡ് ബ്ലഡിലും വേരി ചെയ്യാം. പിന്നെ ടൈം ഓഫ് ബ്രെയിൻ ഫംഗ്ഷൻ, ഓരോ സ്പീഷീസ് മാറുന്നതനുസരിച്ച്, ഓരോ ആനിമൽസ് മാറുന്നതനുസരിച്ച് അതിന്റെ അനാട്ടമി സിസ്റ്റം മാറുന്നുണ്ട്. അപ്പം ടൈം ഓഫ് ബ്രെയിൻ ഫംഗ്ഷൻ ആ ഒരു ഡിഫറൻസ് അനുസരിച്ച് അതിന്റെ സമയം ബ്ലീഡിംഗ് ടൈം ഡിഫർ ചെയ്യാം. പിന്നെ വരുന്നത് എഫക്റ്റീവ് സ്റ്റണ്ണ് ആൻഡ് എഫക്റ്റീവ് സ്റ്റിക്കിങ്. അതിന്റെ ടൈം ഡിഫറൻസ് വെച്ച് നമ്മൾ സ്റ്റണ്ണ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻ വരുന്ന സമയത്ത് അതും നമുക്ക് ഈ ഒരു ബ്ലീഡിംഗ് ടൈമിനെ അത് അഫക്ട് ചെയ്യാം. പിന്നെ ഹെൽത്ത് ഓഫ് ദി ആനിമൽ, ഈ ആനിമലിന് എന്തെങ്കിലും രീതിയിൽ നമ്മൾ സ്റ്റൺ ചെയ്ത സമയത്തോ എന്തെങ്കിലും ഒരു ഹെൽത്ത് അതിനു മുമ്പോ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ബ്ലീഡിംഗ് ടൈമിൽ വ്യത്യാസം വരാം. പിന്നെ റെസ്റ്റ് ഓഫ് ദി ആനിമൽ ബിഫോർ സ്ലോട്ടർ, നമ്മൾ ആനിമൽസിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും അല്ലെ, സ്ലോട്ടർ ചെയ്യുന്നതിന് മുന്നേ. ആ ഒരു റെസ്റ്റ് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, പ്രോപ്പർ ടൈം റെസ്റ്റിങ്ങിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്ത് വരാം,
ബ്ലീഡിംഗ് ടൈമിൽ വേരി ചെയ്യാം. ഓക്കെ. പിന്നെ ഏജ് ആൻഡ് വെയിറ്റ് ഓഫ് ദി ആനിമൽ. നമ്മൾ കൗവിനും കാഫിനും കണ്ടില്ലേ, രണ്ടിനും ഡിഫറെന്റ് ആയിട്ട് ഏകദേശം പകുതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബ്ലീഡിംഗ് ടൈം. അപ്പോൾ ഏജും വെയിറ്റും അനുസരിച്ചും എന്താകാം ഈ ബ്ലീഡിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബ്ലീഡിംഗ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആ ഒരു പാർട്ടിലേക്ക് പോവാം. മെത്തേഡ് ഓഫ് ബ്ലീഡിംഗ് ഡിഗ്രി. അപ്പം ഇവിടെയാണ് നമ്മൾ 6 മെത്തേഡ് ഓഫ് ബ്ലീഡിംഗ് ടെസ്റ്റ്, അതായത് ബ്ലീഡിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 6 ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ മാലാക്കേറ്റ് ഗ്രീൻ ടെസ്റ്റ്. ഓക്കെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നത്. നെക്സ്റ്റ് വൺ സ്യൂഡോ പെറോക്സിഡേസ് ടെസ്റ്റ്. തേർഡ് വൺ റിഡേഴ്സ് ടെസ്റ്റ്. ഫോർത്ത് വൺ ഹീമോഗ്ലോബിൻ എക്സ്ട്രാക്ഷൻ ടെസ്റ്റ്, കംപ്രസോറിയം ആൻഡ് ബ്ലോട്ടിംഗ് പേപ്പർ ടെസ്റ്റ്. ഇങ്ങനെ 6 തരത്തിൽ നമുക്ക് ഈ ഒരു ബ്ലീഡിംഗ് ഡിഗ്രി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ മാലാക്കൻ ഗ്രീൻ ഒരു പ്രാവശ്യം ചോദിച്ചു, ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 5 എണ്ണത്തിൽ നിന്നും ചിലപ്പോ ചോദിക്കാം അല്ലെ, ബ്ലീഡിംഗ് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ മാലാക്കേറ്റ് ഗ്രീൻ ടെസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു മീറ്റിനെ, ഒരു പീസ് ഓഫ് മീറ്റ് നമ്മൾ ഏകദേശം ഒരു 6 ഗ്രാം, ഇതാണ് ഒരു പ്രോപ്പർ വെയിറ്റ്, 6 ഗ്രാം മീറ്റ് എടുത്തിട്ട് നമ്മളൊരു 14 സെന്റിമീറ്റർ, ഓക്കെ, 14 സെന്റിമീറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മളൊരു 15 മിനിറ്റോളം വെക്കുക. ഓക്കെ, അതിനുശേഷം ഏകദേശം ഒരു 0.7 ml ഈ സൊല്യൂഷൻ, അതായത് നമ്മൾ 6 ഗ്രാം മീറ്റ് എടുത്ത് നമ്മൾ 14 സെന്റിമീറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊരു 0.7 ml ക്ലിയർ സൊല്യൂഷനിലേക്ക് നമ്മൾ പിപ്പറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിപ്പറ്റ് ചെയ്തതിന് ശേഷം ഈ കിട്ടുന്ന സൊല്യൂഷനിലേക്ക് മാലാക്കെയിൻ ഗ്രീൻ സൊല്യൂഷന്റെ ഒരു ഡ്രോപ്പ് നമ്മൾ ഒഴിക്കുക. അതിനുശേഷം ഷെയ്ക്ക് ചെയ്യുക. ഓക്കെ, ഷെയ്ക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നീട് ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷന്റെ ഒരു ഡ്രോപ്പ് ഒഴിക്കുക. ഏകദേശം 3% ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷനിൽ നിന്നാണ് 1 ഡ്രോപ്പ് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഷെയ്ക്ക് ചെയ്യുക. ശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷന്റെ കളർ നോക്കുക, നമ്മൾ ടേബിളിലേക്ക് കമ്പയർ ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. മാലാക്കെയിൻ ഗ്രീൻ ടെസ്റ്റ് നമ്മൾ ബ്ലീഡിംഗ് എഫക്റ്റീവ്നെസ് ആണോ എഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു മീറ്റ് പീസ് എടുത്തു, 6 ഗ്രാമോളം മീറ്റ് പീസ് ആണ് എടുത്തത്. ഏകദേശം 14 സെന്റിമീറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ശേഷം നമ്മൾ ആ ഒരു ക്ലിയർ സൊല്യൂഷനിൽ നിന്നും 0.7 ml പിപ്പറ്റ് ചെയ്തു. അതിനുശേഷം ഒരു സെഡിമെന്റേഷൻ ട്യൂബിലോട്ട് നമ്മൾ അത് വെച്ചു. ശേഷം ഒരു മാലാക്കേറ്റ് ഗ്രീൻ സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ട് ഒരു ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചു, നല്ലോണം ഷേക്ക് ചെയ്തു. അതിനുശേഷം ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഒരു ഡ്രോപ്പ് ഒഴിച്ചു. ശേഷം 3% ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ എടുത്തത്. അതിനുശേഷം നമ്മൾ ഒരു 20 മിനിറ്റ് വെച്ചു. നെക്സ്റ്റ് നമ്മൾ കളർ റെക്കോർഡ് ചെയ്തു, നമ്മൾ ടേബിളിൽ കമ്പയർ ചെയ്തു. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു റെക്കോർഡ് ചെയ്ത കളർ അതായത് ഓരോ നമ്മൾ ബ്ലീഡിങ് എഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ചെയ്തത്, എങ്ങനെയാണ് അതിന്റെ ബ്ലീഡിങ് എന്ന് ഓരോ കളറും നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ കളർ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഓക്കെ, നോർമൽ, അതേപോലെ തന്നെ കളർ ഡിഫറൻസും കൺക്ലൂഷനും അതാണ് വരുന്നത്. കളർ ഓഫ് ദ സൊല്യൂഷൻ ബ്ലൂ, ക്ലിയറിൽ നിന്നും ബ്ലൂ ആണ് ആവുന്നതെങ്കിൽ ഗുഡ് ബ്ലീഡിംഗ് ആണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലീഡിങ്. ഇപ്പം നമുക്ക് ഇങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലെ, മാലാക്കേറ്റ് ഗ്രീൻ ടെസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു കളർ ചേഞ്ച് വരുന്നത്, ക്ലിയർ നോർമൽ സൊല്യൂഷനിൽ നിന്നും ബ്ലൂ കളറിലേക്കാണ് സൊല്യൂഷൻ വരുന്നതെങ്കിൽ ഒരു ഗുഡ് ബ്ലീഡിങ് നമുക്ക് ഓഫർ ചെയ്യും. ഓക്കെ, അതേസമയം നോർമൽ നമ്മൾ ഒരു ക്ലൗഡി സൊല്യൂഷൻ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് നമ്മൾ മാലാക്കേറ്റ് ഗ്രീൻ ഒഴിച്ച സമയത്ത് ഒരു ഗ്രീൻ കളർ ആയിട്ടാണ് മാറിയത് എങ്കിൽ അക്സെപ്റ്റബിൾ ആണ്, ബട്ട് ഇൻകംപ്ലീറ്റ് ബ്ലീഡിംഗ് ആണ്. ഓക്കെ, ഇപ്പൊ ക്ലൗഡിയിൽ നിന്നും ഗ്രീൻ ആണെങ്കിൽ അക്സെപ്റ്റബിൾ ആണ്, ബട്ട് ഇൻകംപ്ലീറ്റ് ആണ്. നെക്സ്റ്റ് ക്ലൗഡിയിൽ നിന്നും നമുക്കൊരു ഒലീവ് ഗ്രീൻ ആണ് ആ ഒരു കളർ ഓഫ് ദ സൊല്യൂഷൻ പോയിട്ടുള്ളത് എങ്കിൽ പ്യുവർലി അതൊരു അൺഅക്സെപ്റ്റബിൾ ബ്ലീഡിംഗ് ആണ്. നമ്മൾ ഫോളോ ചെയ്ത രീതിയോ എന്തോ അവിടെ എന്തായിട്ടുണ്ട്, മിസ്റ്റേക്ക് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എഫക്റ്റീവ് ബ്ലീഡിംഗ് നടക്കണമെങ്കിൽ ക്ലിയർ സൊല്യൂഷൻ ടു എപ്പോഴും എന്താവണം, ബ്ലൂ സൊല്യൂഷൻ ആയാലാണ് മാലാക്കെയിൻ ഗ്രീൻ ടെസ്റ്റിൽ നമുക്കൊരു എഫക്റ്റീവ് ബ്ലീഡിംഗ് ആണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ വരുന്നത്
സ്യൂഡോ പെറോക്സിഡേസ് ടെസ്റ്റ് ആണ്. അപ്പൊ ഈ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഏത് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്, കളർ എവിടെ നിന്നും എവിടോട്ട് മാറുന്നു എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ സ്യൂഡോ പെറോക്സിഡേസ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കോൺകേവ് സെറാമിക് ബൗളിലോട്ട് നമ്മൾ ഗ്വേക്യം സൊല്യൂഷൻ, ഇതൊരു പ്ലാന്റ് നിന്നും ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, ഗുവാക്കം സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു ഓയിലാണ്. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം എ ട്രീ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു 2 ഡ്രോപ്സ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു. ശേഷം ഇതൊരു ബ്ലൂയിഷ് ഗ്രീൻ കളറിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നല്ല ബ്ലീഡിംഗ് ആണ്, ബ്ലീഡിംഗ് ഈസ് ഗുഡ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതേസമയം ഇതൊരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ കളറിലോട്ടാണ് പോകുന്നതെങ്കിൽ അതൊരു അൺഅക്സെപ്റ്റബിൾ ബ്ലീഡിംഗ് ആണ്. ഓക്കെ, അപ്പം സ്യൂഡോ പെറോക്സിഡൈസ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗുവാക്കം സൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് അതിന്റെ പുറമെ ആഡ് ചെയ്യും. ശേഷം ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ ആണ് വരുന്നതെങ്കിൽ ബ്ലീഡിംഗ് ഈസ് ഗുഡ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ റെഡേഴ്സ് ടെസ്റ്റ്. റെഡേഴ്സ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ലോഫേഴ്സ് മെത്തിലിൻ ബ്ലൂ ആണ്. ഓക്കെ, മെത്തിലിൻ ബ്ലൂ നമുക്കറിയാം, നമ്മൾ 12th നമ്മൾ ധാരാളം നമ്മൾ സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ആണല്ലേ മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ലോഫേഴ്സ് മെഥിലിൻ ബ്ലൂ സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ട് നമ്മളൊരു 0.1 സെന്റിമീറ്റർ ആണ് അളവിലാണ് ഇത് എടുക്കുന്നത്. ഏകദേശം 40 സെന്റിമീറ്റർ സൊല്യൂഷൻ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, 40 സെന്റിമീറ്റർ സൊല്യൂഷനിൽ 0.1 സെന്റിമീറ്റർ ഓഫ് ലോഫേഴ്സ് മെഥിലിൻ ബ്ലൂ ഇട്ടതിനു ശേഷം ഏകദേശം 5 സെന്റിമീറ്റർ ടെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ 3 ഗ്രാമോളം മീറ്റിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ വെച്ചു. അതിനുശേഷം ഈ ഒരു സൊല്യൂഷൻ ലൈറ്റ് ഗ്രീനിലോട്ടാണ് പോകുന്നതെങ്കിൽ ഗുഡ് ബ്ലീഡിംഗ് ആണ്. ഓക്കെ, അവിടെ നമ്മൾ ബ്ലൂയിഷ് ഗ്രീനും ആണ് 2 മെത്തേഡ്സിലും വന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ എത്രയായി? ലൈറ്റ് ഗ്രീൻ ആയി മാറി. ഓക്കെ, ലോഫേഴ്സ് മെഥിലിൻ ബ്ലൂ ഉപയോഗിക്കുന്ന സമയത്ത് മീറ്റിന്റെ ഒരു സൊല്യൂഷന്റെ കളർ ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ ഗുഡ് ബ്ലീഡിംഗ് ആണെന്ന് പറയാം. അതേസമയം ഒരു ഗ്രീനിഷ് ബ്രൗൺ ആണെങ്കിൽ പുവർ ബ്ലീഡിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഏതൊക്കെ സൊല്യൂഷൻ എന്തിനൊക്കെ യൂസ് ചെയ്തു എന്നുള്ളത് ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക. 4th വൺ ഹീമോഗ്ലോബിൻ എക്സ്ട്രാക്ഷൻ ടെസ്റ്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 10 സെന്റിമീറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് ആഡഡ് ടു 5 ഗ്രാം ഓഫ് മിൻസ്ഡ് മീറ്റ്. ഓക്കെ, മിൻസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നല്ല പോലെ ഗ്രൈൻഡ് ചെയ്തെടുത്ത മീറ്റ്, നല്ലപോലെ സ്മോൾ പോർഷൻ ആയിട്ട് ചെറുതാക്കി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത അല്ലെങ്കിൽ അരിഞ്ഞെടുത്ത മീറ്റിനെയാണ് മിൻസ്ഡ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മീറ്റിനെ നമ്മൾ മിൻസ്ഡ് മീറ്റിനെ നമ്മൾ ഒരു 5 ഗ്രാം അളവിൽ എടുത്തതിന് ശേഷം ഒരു 10 സെന്റിമീറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് നമ്മൾ ഷെയ്ക്ക് ചെയ്തു. ഓക്കെ, ഷെയ്ക്ക് ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റ് നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ജസ്റ്റ് വേറെ നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കളർ ഓഫ് ദ സൊല്യൂഷൻ നമ്മൾ ഈ മീറ്റ് പ്ലസ് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച സമയത്ത് ഈ ഒരു സൊല്യൂഷന്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഗുഡ് ബ്ലീഡിംഗ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അതേസമയം ഒരു ഡാർക്ക് റെഡ് ആണ് ആ മീറ്റിന്റെ കളർ എങ്കിൽ മീറ്റിന്റെ കളറാണ് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, അതൊരു ബാഡ് ബ്ലീഡിംഗ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മറ്റ് സൊല്യൂഷൻ എക്സ്ട്രാ സൊല്യൂഷൻസ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഹീമോഗ്ലോബിൻ എക്സ്ട്രാക്ഷൻ ടെസ്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്യുവർലി മിൻസ്ഡ് മീറ്റ് ഒരു 5 ഗ്രാം എടുത്തു, ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു 10 സെന്റിമീറ്റർ എടുത്തു, ഒരു 10 മിനിറ്റ് വെച്ചു. അതിനുശേഷം നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് ഇത് ഏത് കളർ, മീറ്റിന്റെ കളർ പിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ നല്ല ബ്ലീഡിംഗ് ആണ്. മീറ്റിന്റെ കളർ ഒരു ഡാർക്ക് റെഡിലേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ ബാഡ് ബ്ലീഡിംഗ് ആണ് എന്ന് പറയാം. 5th മെത്തേഡ് എന്ന് പറയുന്നത് കംപ്രസോറിയം. ഇതൊരു ഡിവൈസ് ആണ്, ഇതൊരു സിമ്പിൾ ഡിവൈസ് ആണ്. ഇവിടെ 2 സ്ട്രിപ്സ് ഓഫ് ഗ്ലാസ് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നമ്മളൊരു മീറ്റിന്റെ സ്മോൾ പീസ് ഓഫ് മീറ്റ് നമ്മൾ ഇൻ ബിറ്റ്വീൻ പ്ലേസ് ചെയ്തതിനു ശേഷം ഒരു ഫിൽറ്റർ പേപ്പർ അതിലോട് അറ്റാച്ച് ചെയ്തു. ഈ ഫിൽറ്റർ പേപ്പറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ 2 റോഡിന്റെ ബിറ്റ്വീൻ അല്ലേ നമ്മൾ മീറ്റ് വെച്ചേക്കുന്നത്, ഈ 2 റോഡും നമ്മൾ പ്രഷറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എന്താ ഈ ഡിവൈസ് അനുസരിച്ച് മാറും. ഓട്ടോമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ മാനുവൽ ആയിട്ടോ നമ്മൾ ഇത് പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ മീറ്റിന്റെ ജ്യൂസ് എന്ത് ചെയ്യും? ഈ ബ്ലോട്ടിംഗ് പേപ്പറിലോട്ട് ആകും അല്ലെ. ഇങ്ങനെ ഈ ഫിൽറ്റർ പേപ്പറിലോട്ട് ആകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എഡ്ജിന്റെ വലിപ്പം, ആ ബ്ലോട്ടിംഗ് പേപ്പറിലോട്ട് വരുന്ന എഡ്ജിന്റെ ബ്ലീഡിങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു ജ്യൂസിന്റെ എഡ്ജ് ലാർജ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർ ബ്ലീഡിങ് അല്ല നടക്കുന്നത്. ഓക്കെ, അപ്പം കുറഞ്ഞ ടൈമില്
അൺപ്രോപ്പർ ആയിട്ട് ബ്ലീഡിങ് വരുമ്പോഴാണ് എഡ്ജിൽ നിന്നും വെളിയിലേക്ക് പോകുന്നത്. അതായത് അതേസമയം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ പ്രോപ്പർ രീതിയിലാണ് ആ ബ്ലീഡിങ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എഡ്ജിൽ നിന്നും എക്സീഡ് ആവാതെ ആ എഡ്ജിനുള്ളിൽ തന്നെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ബ്ലീഡിങ് നമുക്ക് തരും. അപ്പോ ശ്രദ്ധിക്കേണ്ടത് ബോർഡർ നോട്ട് എക്സീഡ് മോർ ദാൻ 1 സെന്റിമീറ്റർ. ഓക്കെ, ആ ബ്ലോട്ടിംഗ് പേപ്പറിൽ നമ്മൾ പ്രഷറൈസ് ചെയ്യുമ്പോൾ മീറ്റിൽ നിന്ന് വരുന്ന ജ്യൂസിന്റെ ആ ഒരു അളവ് അല്ലെ ബ്ലോട്ടിംഗ് പേപ്പറിന്റെ ബോർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് എന്താ ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറയാം. അതിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എഫിഷ്യന്റ് ബ്ലീഡിംഗ് ആണെന്ന് പറയാം. അപ്പൊ ഇതാണ് കംപ്രസോറിയം ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ മെത്തേഡ് എന്ന് പറയുന്നത് ബ്ലോട്ടിംഗ് പേപ്പർ ടെസ്റ്റ് ആണ്. ഇത് സിംപ്ലി നമ്മുടെ കംപ്രസോറിയത്തിനോട് അതായത് സിമിലർ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. നമ്മൾ സിംപ്ലി ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ബ്ലോട്ടിംഗ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു ജ്യൂസ് നമ്മൾ അതിലോട്ട് ഒഴിക്കുന്നു. ജ്യൂസ് കളക്ട് ചെയ്ത് നമ്മൾ തന്നെ ഒരു മീറ്റിനെ കൈ കൊണ്ട് പ്രഷർ കൊടുത്തിട്ട് മീറ്റിൽ നിന്നും ബ്ലോട്ടിംഗ് പേപ്പറിലോട്ട് എടുക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ അസസ് ചെയ്യുന്നു. എഡ്ജ് ഓഫ് ദ മീറ്റ് ലാർജ് ആണെങ്കിൽ ബ്ലീഡിങ് ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ബ്ലോട്ടിംഗ് പേപ്പറും കംപ്രസോറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യുന്നു, ഇത് നമ്മൾ മാനുവലി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ